ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഫ്രൂട്ട് സാലഡിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി ഇതുണ്ടാക്കിയെടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഇത് കടയിൽ നിന്നും കിട്ടുന്ന ഫ്രൂട്ട് സാലഡിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 5-6 കാഷ്നട്ട്സ് എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി നമുക്ക് ഒന്നോടെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഈ കാഷ്നട്ട്സ് പൊടിച്ച് വരുമ്പോൾ ഒരു 1-2 ടേബിൾ സ്പൂണൊക്കെ വരാൻ പാകത്തിന് എടുത്തുവെച്ചാൽ മതി. അതായത് ഒരു 3-4 വരുമ്പോഴത്തേനും നമുക്കൊരു 1 ടേബിൾ സ്പൂണൊക്കെ കിട്ടേണ്ടതാണ് കാഷ്നട്ട്സിൻ്റെ സൈസൊക്കെ അനുസരിച്ച്. അപ്പോൾ ഇനി ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. 1/2 ലിറ്റർ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ പൊടിച്ചു വെച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കിയതിന് ശേഷം അടുപ്പിൽ വെച്ച് നല്ലപോലെ കുറുക്കിയെടുക്കണം. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് കുറുക്കിയെടുക്കാം. കട്ടയൊന്നുമില്ലാതെ കുറുക്കിയെടുക്കണം. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് കട്ട കെട്ടും. ഇതപ്പോൾ ഇത്ര തിക്കായി വരുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് തിക്കായി വരുന്നതാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് ചൂടാറി കഴിയുമ്പോൾ ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഫ്രിഡ്ജിൽ വെച്ചത് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഓറഞ്ച്, പേരയ്ക്ക, പിന്നെ പ്ലംസ്, പഴം, പല ടൈപ്പിലുള്ള പഴങ്ങൾ എടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ കദളിപ്പഴം, ഞാലിപ്പൂവൻ, പിന്നെ ഏത്തക്കായ, അങ്ങനെയുള്ള പഴങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ മുന്തിരി, വേണ്ട ഈ മുന്തിരി പച്ചയുണ്ട്, മറ്റേ സാധാരണ മുന്തിരി എടുത്തിട്ടുണ്ട്. അങ്ങനത്തെ ടൈപ്പിലുള്ള മുന്തിരി ഉണ്ട്. അപ്പോൾ പഴങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം കേട്ടോ. പിന്നെ ഈ ഫ്രൂട്ട് സലാഡിലൊന്നും ഒരിക്കലും ഇടാൻ പാടില്ല എന്ന് തോന്നിയിട്ടുള്ള ഇപ്പോൾ ഒരു പഴം എന്ന് വെച്ചാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ പപ്പായ ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര കയ്പ്പായിരിക്കും കേട്ടോ. ബാക്കി ഏത് പഴങ്ങൾ ഇട്ടാലും വലിയ കുഴപ്പമൊന്നും കാണാറില്ല. അപ്പോൾ നമുക്കിത് ഇതിനകത്തേക്ക് ഇനി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് സാലഡാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് മാത്രം വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. മേളിലായിട്ടൊരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചൊരു പൊമഗ്രനേറ്റും കൂടെ ഇട്ട് കൊടുക്കാം. ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഭംഗിയൊക്കെ വേണ്ടേ. ഇത് കുറച്ചൊരു ഉണക്കമുന്തിരിയും കൂടെ ഇടുന്നുണ്ട്. ബ്ലാക്ക് റൈസൻസ് ഉണ്ടല്ലോ. പിന്നെ ടൂട്ടി ഫ്രൂട്ടി ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം. ചെറി ഉണ്ടെങ്കിൽ അതിടാം. എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുത്ത് നമുക്ക് ഇഷ്ടത്തിനുള്ള നമ്മുടെ ടേസ്റ്റിന് അനുസരിച്ച് മാറ്റിയെടുക്കാം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ഇഷ്ടമാവും എല്ലാവർക്കും. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷസ് ക്രിയേഷൻസ്.